ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിങ്ങിനാട്ടോ. നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നത് വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒക്കെ തീർന്നുണ്ട്, മേടിക്കണം എന്ന് പറഞ്ഞാല് മേടിക്കാൻ പോകാനുള്ള ടൈം ഇല്ലായ്മയാണ് മെയിൻ റീസൺ. കാരണം ഇവരെയും കൂട്ടി ഇങ്ങനെ പോവാന്നുള്ളതൊക്കെ എൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു ഡ്രീം ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. കാറ് മേടിക്കുക, കാറും എടുത്ത് നമ്മുടെ ഗോകുലമാളിൽ വരിക, നെക്സ്റ്റോയിൽ പോവുക, വേണ്ടതൊക്കെ പൈസ നോക്കാണ്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് എത്തണം എന്നുള്ളത്. സോ നിങ്ങളിത് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു ക്രിഞ്ചാണെന്നുള്ളത്. ഒരു നോർമൽ ഫാമിലി, ഒരു സാധാ ഫാമിലിയിലുള്ള ഏതൊരു പെൺകുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബോയ് ആയിക്കോട്ടെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഫാമിലീനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുക, കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റാന്നുള്ളതിൽ ഒരു കണക്കിന് നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ് എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മേനോടും തോന്നുക. കാരണം അവരുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അമ്മേൻ്റെ ഇത്രയും ദിവസത്തെ കരച്ചിലും ബീച്ചിലും നിലവിളിക്കൊക്കെ ശേഷം നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി പോയ സമയത്ത് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഫുൾ കൺഫ്യൂഷനായിട്ട് ഒന്നും എടുക്കാനേ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് നമ്മളൊരു ലിസ്റ്റോ പ്രിപ്പറേഷനോ കാര്യങ്ങളില്ലാണ്ട് രാത്രി 9 മണിയായപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കാറും എടുത്ത് ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ കാണുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഇല്ലാന്ന് തോന്നിയോ അതൊക്കെ പെറുക്കിയെടുത്താണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഞാൻ നേരെ ഇവരെയും കൊണ്ടുപോയത് നമ്മൾ നെക്സ്റ്റോയിൽ തന്നെയുള്ള ഫുഡ് സെക്ഷനിലോട്ടാട്ടോ. ഇവർ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവിടെ പോകുന്നത്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഇതേപോലത്തെ ഈ ജ്യൂസ് എപ്പം ഞാൻ അവിടെ പോയാലും എടുക്കും കേട്ടോ. ഈ തവണ അവിടെ മൊഹബത്ത് കാ സർബത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു സർബത്ത് അപ്പം തന്നെ പൊട്ടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 2 കുപ്പി വീട്ടിലോട്ടും എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കടിച്ച് നമ്മൾ നേരെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വീട്ടിലോട്ട് മേടിക്കണം എന്നുള്ളതിൽ പോയതാണ്. ഇന്ന് നമ്മൾ വീട്ടിലോട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അമ്മ കുറേ ദിവസമായിട്ടോ ഷവായ ഇങ്ങനെ പറയുന്നു വേണമെന്ന്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു ഫുൾ കോഴി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വേണമെന്നൊക്കെ മേടിച്ച്, പിന്നെ അതന്നെ അത്യാവശ്യം ഓവറാണല്ലോ. അങ്ങനെ അതും മേടിച്ച് നമ്മൾ നേരെ കുറച്ച് പിക്കിൾസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ പോയിട്ട് നമ്മൾ ഷവായിൻ്റെ കൂടെ ഈ ഒരു പൊറോട്ട മിക്സ് ചെയ്ത് അടിക്കാന്നുള്ളതിൽ നമ്മൾ പൊറോട്ടയും വാങ്ങി. പിന്നെ ചായക്ക് കൂട്ടാൻ വേണ്ടി ഈ ഒരു കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ആ ബില്ലടിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ എൻ്റെ കൈ കൊണ്ടിട്ട് ചെറുപയറിൻ്റെ ഒരു കവർ പൊട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് അങ്ങോട്ടന്നെ എടുത്ത് വെക്കുക പിന്നെ തിരിച്ചിങ്ങോട്ടന്നെ എടുത്ത് വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ നേരെ നമ്മുടെ ഗോകുലം മാളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ക്രീനിൽ നിന്ന് കണ്ടോ, നല്ല രസമാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിങ്ങിലെത്തി. പിന്നെ ഫുള്ള് കാറിൻ്റെ ബാക്കിൽ ലോഡ് ചെയ്യുന്ന തിരക്കായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവർ ബൈ.